നിമിഷ മഴ കണ്ടോണ്ട് നിൽക്കുന്ന പനി പിടിക്കും കേട്ടോ. എന്തൊരു മഴയായിരുന്നു ചായ. ഇതൊന്നും ഒന്നും അല്ല കേട്ടോ, മഴയല്ല കാറ്റ്. അയ്യോ ഭയങ്കര മഴയും ഭയങ്കര കാറ്റ്. കാര്യം നമ്മളെ ആളെ പറത്തിക്കൊണ്ട് പോണ കൂട്ട് കാറ്റായിരുന്നു കേട്ടോ. ഇത്ര നേരം ഇവിടെ എന്താ സംഭവിച്ചത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല കേട്ടോ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഭയങ്കര കാറ്റ്, പിന്നെ ചൂന്ന് പറഞ്ഞ ഒച്ച വരില്ലേ കാറ്റ്. അതുകൂട്ട് നമ്മള് കൊച്ചുങ്ങളൊക്കെ കരയണ പോലെ തന്നെ അങ്ങനെയാണ് ഞങ്ങൾ പുറത്ത്. അപ്പൊ ആളുകളെ പറത്തിക്കൊണ്ട് പോണ കൂട്ട് ഭയങ്കര കാറ്റ്. ഇവിടെ ഒരു സൈക്ലോൺ അടിച്ചോണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ നോർത്തേൺ ടെറിട്ടറിയില് ക്യൂൻസ്റ്റണിലൊക്കെ ആയിട്ട് വലിയ സൈക്ലോൺ അടിച്ചോണ്ടിരിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവിടെയും അതിന്റെ ബാക്കി വന്ന കാറ്റ്, അതല്ലേ ഞാൻ ആലോചിക്കണേ, ഇവിടെ ബാക്കി വന്ന കാറ്റ് ഇത്രയാണെങ്കിൽ അവിടുത്തെ കാറ്റ് എങ്ങനെയായിരുന്നു അല്ലേ? അവിടെയൊക്കെ ഞാൻ ചെറിയൊരു വീഡിയോ ഒക്കെ കണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കൂടുതലാട്ടോ, ഭയങ്കരമായിട്ട് ആൾക്കാരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് വീഡിയോ അതിന്റെ എടുത്തിട്ടുണ്ട്, ഞാൻ ഇട്ടാൽ ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങി. കാരണം ഇതെന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആപ്പിൾ മരം പോകുന്ന ഒരു ടെൻഷൻ അതല്ലേ. പോയി നോക്കിട്ട് ഇതിനാണ് നിമിഷം ക്രിസ്മസ് ട്രീ അലങ്കരിച്ച പോലെ ഇതിന്റെ പുറകില് ഡ്രസ്സൊക്കെ അടിപൊളിയാണല്ലോ. റിബൺ ആണോ അത്? അതെ അതെ അതെ. ഉദ്ഘാടനം വല്ലതും ഉണ്ടോ? ഇല്ല ഉദ്ഘാടനം ഒന്നും ഇല്ല, അതാ ഡ്രസ്സിന്റെ ബാക്കിയാ. ഡ്രസ്സൊക്കെ മാറി ശരിക്കും ക്രിസ്മസ് ട്രീ അലങ്കരിക്കുക വെച്ചേക്കണ പോലെ ഉണ്ട് കേട്ടോ. ഇല്ലടി ആപ്പിൾ മരൊക്കെ അവിടെ തന്നെ പോകണം കേട്ടോ. ആപ്പിൾ മരൊന്നും പോയില്ല, നമുക്ക് ഞങ്ങൾ ആപ്പിൾ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ ആപ്പിൾ അങ്ങനെ ഉണ്ടോ? നിങ്ങളുടെ ആപ്പിൾ പിങ്ക് ലേഡി ആണെന്ന് കേട്ടോ. പപ്പയ്ക്ക് ഇതിനകത്ത് വലിയൊരു പങ്കുണ്ട് കേട്ടോ. ആപ്പിള് ഇതുണ്ടോ? ഇത് 3 ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കണ്ടോ? ഇതിനകത്ത് ഇഷ്ടം പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ആദ്യമായിട്ടല്ലേ ചാ കായ്ക്കുന്നത്. കാരണം കഴിഞ്ഞതിന് മുകളിലത്തെ പ്രാവശ്യം പപ്പ വെച്ചാ കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അത്ര അങ്ങോട്ട് ആയില്ല. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതുകൊണ്ട് ഞങ്ങൾ മഴ പെയ്തപ്പോ ഞങ്ങൾക്ക് പേടിയായിരുന്നു കേട്ടോ. പ്ലം ഉണ്ടായോ? കണ്ടില്ല. പ്ലം കണ്ടോ? ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ ഇതുവരെ. ഗ്രേപ്സ് അടിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടോ? ഗ്രേപ്സ് പോവില്ല എന്ന് നമുക്കറിയാം, പക്ഷെ ഞങ്ങൾക്ക് ആപ്പിൾ പോവോന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞങ്ങള് മഴ പെയ്തപ്പോഴും ഇതുപോലെ കാറ്റടിച്ചപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഒരു വിഷമമായിരുന്നു. ആപ്പിൾ മരം അങ്ങനെ ഗ്രേപ്സ് ഇതിന് അടിയിൽ ഇഷ്ടം പോലെ ആയാലടി നല്ല വലുതായിട്ട് വന്നിട്ടോ. ഇതുകൊണ്ട് നിങ്ങള് ഗ്രേപ്സ് ഇത് താഴെ കൊല കിടക്കുന്നുണ്ടോ? ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ നിമിഷം, കാരണം പഴുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. ഇതിന്റെ അകത്ത് എല്ലാം കൊല കിടപ്പുണ്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ പന്തൽ കിട്ടുമ്പോ ഇങ്ങനെയല്ലേ ഗ്രേപ്സിന്റെ പന്തൽ പോണേ. അപ്പൊ താഴെട്ടില്ല, ഇതിപ്പോ നമ്മുടെ ഇങ്ങനെ ഇല കൊണ്ട് ഇങ്ങനെ മൂടിയാണ്. അതുകൊണ്ട് നമുക്കറിയില്ല, എങ്ങാനും പോയാലോ നമുക്കറിയില്ല കേട്ടോ. എന്നാണേലും കാറ്റും മഴയും കാരണം ഇവിടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വെച്ച ഒരു ഫിഗ് ആണ് കേട്ടോ. ഫിഗിനെ മലയാളത്തിൽ പറയുന്നത് അത്തിപ്പഴം ഒന്നും കണ്ടല്ലേ പറയുന്നത്? അല്ലെ അതിനകത്ത് ഉണ്ട് കേട്ടോ. അതിനകത്ത് ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ഇതാന്ന് എനിക്കറിയാം. അതിൻ്റെ അകത്ത് നല്ല കായൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഫിഗ്. അങ്ങനെ നമ്മുടെ ഓരോ ചെടികളും നല്ല ഉഷാറായിട്ട് വളർന്നു വരുന്നല്ലേ. പിന്നെ നമ്മുടെ ചീര ഞങ്ങൾ എന്നും ഇവിടെ ചീരവെപ്പാണ് കേട്ടോ. എങ്ങനെയാ ചീര? സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ സത്യം പറയാന്ന് വെച്ചാൽ വീട്ടിലൊക്കെ വെക്കുമ്പോ ഞാനൊന്ന് കഴിക്കുക പോലും മമ്മിനോട് എന്നും പറയും എന്റെ പൊന്നു മോളെ ഇച്ചിരി ചീര കഴിക്കുക, എന്ത് ഗുണമുള്ള സാധനം. അപ്പോഴൊക്കെ മമ്മിനെയൊക്കെ പുച്ഛിച്ച് വിടുമായിരുന്നു കേട്ടോ. ഗുണവും അതിന്റെ വിലയും മനസ്സിലായി. ഇപ്പൊ നമുക്ക് കിട്ടാറില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടായപ്പോ അതുപോലെ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചിടുമ്പോ അതിന് പ്രത്യേക ഒരു രുചിയാണ്. ചീര അവിടെ കുറെ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ, ചുമന്ന ചീര. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഞങ്ങളെ കാണിച്ചു തരാം. ഇപ്പുറത്തെ സൈഡിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ഇരിക്കുന്നത്. നല്ല വിഷ കേട്ടോ. കാറ്റിപ്പോഴും നിന്നിട്ടില്ല കേട്ടോ. ഇതുകൊണ്ട് നിങ്ങൾ ചീര ഉണ്ടായി വന്നേക്കുന്നുണ്ടോ? നമുക്കിവിടെ നമുക്ക് പറിച്ച് വിൽക്കാൻ പാകത്തിനുള്ള ചീര ഉണ്ട്. പക്ഷേ ഇന്ത്യൻ കട കൊണ്ട് കൊടുത്താലേ, ഇന്ത്യൻ കട കയറി കൊടുത്താൽ പൈസ കിട്ടുന്നിരിക്കുന്നല്ലേ. ഇത് നമ്മൾ നട്ടതല്ല, കഴിഞ്ഞ വർഷം താഴെ വീണ് കടന്ന് ഉണ്ടായി വന്ന കേട്ടോ. അമ്മ അന്നേരം പറഞ്ഞാൽ ഇത് അടുത്ത പോലെ നോക്കി ഇതിന്റെ വിത്തെല്ലാം താഴെ കിടപ്പുണ്ട്, ഉണ്ടായി വരും. അതുപോലെ തന്നെ ഒന്നും ചെയ്യാതെ തന്നെ അല്ലേ അടുത്ത വർഷം തന്നെ ഉണ്ടായി വന്നു. അതെല്ലാം തന്നെ ഉണ്ടായി, നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്തിട്ടില്ല. അത് കൊള്ളാം. അതോട്ട് കയറാൻ അധികം മഴ നനഞ്ഞ് പനി പിടിപ്പിക്കണ്ട അല്ലേ. പിള്ളേരൊക്കെ ഡേ കെയറിൽ പോയേക്കാണ് കേട്ടോ ഇന്ന്. ശാന്തത. അതെ അതെ. ഇന്ന് ഞാൻ ഒരു ചെറിയ സംഭവം ഉണ്ടാക്കുന്നുണ്ടോ. ഇവിടെ ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ചായ. ഇൻസ്റ്റഗ്രാം തുറന്നാ ഇതാ കാണാനുള്ളത്. അപ്പൊ ഞാൻ റെഡി. അതെ എന്ത് ബണ്ണ? മസ്കാ ബൺ. മസ്കാ ബൺ. ഞാൻ മസ്താനി ബൺ എന്ന് പറഞ്ഞോണ്ടിരുന്നത്. മസ്താനി ബൺ അല്ല, ബണ്ണാന്ന് തോന്നുന്നുണ്ടോ നമ്മൾ പ്രൊണൗൺസിയേഷൻ. കൊച്ചിയിലൊക്കെ ഞാൻ തോന്നുന്നു ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന എന്താ ഒരു ബണ്ണാണ്. നമ്മൾ ഇൻസ്റ്റ ഒക്കെ തുറന്നു കഴിഞ്ഞപ്പോ അതേ ഉള്ളൂ എല്ലായിടത്തും. പാലായിൽ കഴിഞ്ഞ സമയം പറഞ്ഞുകൊണ്ട് റീൽ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹൈദരാബാദിലാണ് സംഭവം ആദ്യം തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചിയിലേക്ക് 2 കപ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു.
പിന്നെ അപ്പൊ കേരളം മൊത്തം വൈറലായിക്കൊണ്ടിരിക്കുക സംഭവം. ഈ സംഭവം അപ്പൊ എല്ലാരും ഉണ്ടാക്കുന്ന ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. അപ്പൊ ഞാനും ഒന്ന് ട്രൈ ചെയ്യാം, ഉണ്ടാക്കി നോക്കിയാലോ. എനിക്ക് ഇന്നും ആഗ്രഹം ഉണ്ടെന്ന് കഴിക്കണമെന്ന് അല്ലെ. അത്രയ്ക്ക് ഈസി ആണെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. കുറച്ച് കണ്ടൻസ് മിൽക്ക്, പിന്നെ നമ്മുടെ അൺസോൾട്ടഡ് ബട്ടർ, പിന്നെ വാനില എസൻസ് ഒരു ശകലം. അത് ഓപ്ഷണൽ ആണ് കേട്ടോ. ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം കുറെ പേരൊക്കെ ഉണ്ടാക്കുന്ന വാനില എസൻസ് ഉണ്ട്. അപ്പൊ അത്, പിന്നെ നമ്മുടെ ബണ്ണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ കൂട്ട് ബണ്ണൊന്നും അല്ല, ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന കൂട്ടൊരു ബൺ നമ്മൾ എടുത്തു അല്ലെ. നാട്ടിലാണെങ്കിൽ നമ്മുടെ മിൽക്ക് ബൺ അല്ലേ, മിൽക്ക് ബൺ, മോഡേണിന്റെ ഒക്കെ അത് തന്നെ. മോഡേണിന്റെ ഒക്കെ നല്ല ബണ്ണില്ലേ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കിട്ടിയേക്കുന്ന ബണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബണ്ണാണ്. നമ്മുടെ നാട്ടിലത്തെ ബണ്ണ് പോലെ തന്നെ, നമ്മുടെ നാട്ടിലെ ബണ്ണ് പോലെ. പക്ഷെ എന്നാലും അതുപോലത്തെ ഒരു ടെക്സ്ചർ അല്ല, അതുപോലത്തെ ഒരു ഇതല്ല. പക്ഷെ ഇനിവേ നമുക്ക് ബണ്ണെന്നും പറയാം, നമുക്ക് ബണ്ണെന്നും വിളിക്കാട്ടോ. പിന്നെ ഇച്ചിരി അൺസോൾട്ടഡ് ബട്ടർ, അതെ. പിന്നെ ഇത് കണ്ടൻസ്. ഇതിന്റെ ഞാൻ ഇത്രയും ഉപയോഗിക്കില്ല, കുറച്ചേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. നിങ്ങളുടെ ഒരു ആവശ്യാനുസരണം എടുക്കും. ഇപ്പോൾ ഒത്തിരി മെമ്പേഴ്സ് ഒക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അൺസോൾട്ടഡ് ബട്ടറും പിന്നെ നമ്മുടെ കണ്ടൻസ് നമുക്കിപ്പോൾ 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ കണ്ടൻസ് മിൽക്ക് ഞാൻ അത് ഓൾറെഡി തുറന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്കിം സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക് ആണ് നമ്മൾ മേടിച്ചിരുന്നത്, നെസ്ലയുടെ കേട്ടോ. 99% ഫാറ്റ് ഫ്രീ ആണ് കേട്ടോ. അപ്പൊ അത്, പിന്നെ നമ്മുടെ ഞങ്ങള് എല്ലാവരും ഒക്കെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, അതായത് സ്പൂൺ കൊണ്ടൊക്കെ. ഞാനിപ്പോ നമ്മുടെ കയ്യിൽ ബീറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ ബീറ്റർ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. തുടങ്ങാം. ഓക്കെ. അപ്പൊ ആദ്യം നമ്മുടെ ബട്ടർ ഇതിനകത്ത് ഇടുക, പിന്നെ കണ്ടൻസ് മിൽക്കും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാണ് കേട്ടോ. അത് നമ്മുടെ ആവശ്യാനുസരണം കേട്ടോ. ഇതിപ്പോ എനിക്ക് ഏകദേശം 50 ഗ്രാം ബട്ടർ ആണല്ലേ. പക്ഷേ 50 ഗ്രാമോളം ബട്ടർ ഉണ്ട്. കണ്ടൻസ് മിൽക്ക് എത്രയാവും? 2 സ്പൂണോ? 3 സ്പൂൺ. നമുക്ക് ഇച്ചിരി നല്ലൊരു നൈസായിട്ട് വരണം കൺസിസ്റ്റൻസി, ഭയങ്കര കട്ടിയാകാൻ പാടില്ല. അപ്പൊ അതനുസരിച്ച് നമുക്ക് കണ്ടൻസ് മിൽക്ക് ഇച്ചിരി ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ബീറ്റ് ചെയ്തിട്ട് അതിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് കണ്ടൻസ് മിൽക്ക് കൂട്ടാം കേട്ടോ. കൈ കൊണ്ട് ചെയ്താൽ മതി. അതെ, അത് നമ്മൾ ബട്ടർ നമ്മൾ ചെയ്യണതിന് മുമ്പ് കുറച്ച് നേരം മുമ്പേ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെക്കണം. അപ്പം നല്ലതായിട്ട് അതിന്റെ കുഴപ്പമില്ല. ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരൂടെ എന്താ പറയാ കട്ടയ്ക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ ബട്ടർ. അതെ, റൂം ടെമ്പറേച്ചർ. നമ്മുടെ ബീറ്റ് ചെയ്തെടുത്തത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു വിപ്പ് ക്രീം പോലെ. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റും ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മധുരമൊക്കെ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ പറയാം, നമ്മൾ വേറെ എക്സ്ട്രാ ഷുഗർ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം കണ്ടൻസ് മിൽക്ക് മൊത്തം ഷുഗർ ആണ്. ഇനി നമ്മുടെ ശകലം വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാണ്. ഞാൻ ക്വീൻസിന്റെ ഓർഗാനിക് വാനില എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. ഇത്ര മതി കേട്ടോ. ഇനി നന്നായിട്ട് നമ്മൾ ഒന്നുകൂടെ ബീറ്റ് ചെയ്യണേ. അതിന്റെ കൺസിസ്റ്റൻസി നല്ലതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മിക്സ്ചർ ആയിട്ടുണ്ട് കേട്ടോ. എന്നൊക്കെണ്ടോ, ഇത് സൂപ്പർ സംഭവം ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് വന്നേക്കുന്നത്. നമുക്ക് തൽക്കാലം 3 ബണ്ണുണ്ട്, 3 ബണ്ണിൽ നമുക്ക് ഒപ്പിച്ച് തേക്കാം. അതെ. പിന്നെ കുറച്ച് ഞാൻ തേക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ചിലവരൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മെയിൻ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേണമെങ്കിൽ കേട്ടോ, ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി നമ്മൾ ഈ ബണ്ണൊന്ന് ഇച്ചിരി ബട്ടറൊക്കെ അതിൻ്റെ മണ്ടയിൽ തേച്ചിട്ട് പാനിനകത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഒന്ന് മറിച്ചും തിരിച്ചു വന്നിടുക. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടാം. അതാകുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ബട്ടർ തിന്നുവാ, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഇച്ചിരി ടേസ്റ്റ് കൂടുന്നെങ്കിൽ ഇച്ചിരി നല്ല പുറത്ത് നമ്മുടെ ബട്ടർ ബണ്ണൊക്കെ കഴിക്കുന്നു അല്ലെ, പുറത്തൊക്കെ ബൺ നല്ല ഇതായിട്ടില്ല. അതുപോലെ ഈ സംഭവം നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ബട്ടണെടുത്ത് നമ്മുടെ ഈ സംഭവം അതിനകത്ത് സ്പ്രെഡ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. നിമിഷത്തെ മസ്കബണ്ണ് കഴിക്കാൻ കൊളക്കോഴി വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്ഥിരമായിട്ട് കാണുന്നത് റെഗുലർ വിസിറ്റർ ആണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരുത്തനാണ് കേട്ടോ. ഇതായത് നിങ്ങളിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിലെ കൊളക്കോടി തന്നെ അല്ലേ? എന്നാ സ്പീഡാ, നല്ല രസം ഇത് ഓടുന്ന കാണാൻ കേട്ടോ. ഇങ്ങനെ കഴുത്ത് മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചിട്ട് ഒരു ഓട്ടം ഉണ്ട്. ചുണ്ടിന്റെ കളർ കണ്ടോ, റെഡ് അല്ലേ? കാറ്റ് നന്നായിട്ട് പിന്നെ വീശുന്നുണ്ട് കേട്ടോ. കാറ്റിന് ശമനമൊന്നുമില്ല. നോക്കിയേ, നമ്മുടെ ചെറി ബ്ലോസം ഒക്കെ ആടി വലിയ അതെയാവും പോയല്ലോ. കുന്നിൻ ചെരുവിലെ വയറ്റാട്ടി നീ കേട്ടോ
നീ കേട്ടോ അത്ര എനിക്ക് അറിയാവുള്ളൂ. എനിക്ക് ശ്രീനിവാസൻ പാടുന്ന അതെ അതെ പാടുന്ന ആ ഒരു അല്ലേ നീ കേട്ടോ. എന്താ മസ്കബൺ തന്നെ ഈ മസ്കബൺ നമുക്ക് ഇനി ചെയ്യാം കേട്ടോ. ആയിട്ടുണ്ട്. ജസ്റ്റ് ബീറ്റ് ചെയ്ത് മാത്രമേ കേട്ടോ. എന്ത് എളുപ്പമല്ലേ പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. സൂപ്പർ സാധനം. ഞങ്ങളൊന്ന് തൊട്ട് നോക്കി കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആട്ടെ സംഭവത്തിന് അല്ലെ. വെറും ബട്ടറും കണ്ടൻസ് മിൽക്കും മാത്രമുള്ളതെന്ന് പറയണം. ഇപ്പം റോട്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും ഇതുപോലെ വഴിയിൽ ഒരു വണ്ടിയുടെ പുറകിൽ കുറച്ച് ചായയും ഇതുപോലെ ബണ്ണും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നല്ലൊരു ചായ കോമ്പിനേഷൻ ആണ് കേട്ടോ. നമ്മളിപ്പോ ചായ ഉണ്ടാക്കുന്നില്ല, ചായ വേണ്ടി നമ്മൾ നമ്മുടെ ബൺ എടുക്കാണേ. നല്ല സോഫ്റ്റ് ബണ്ണ് വേണം കേട്ടോ നിങ്ങൾ മേടിക്കാനായിട്ട് അല്ലെ. മിൽക്ക് ബണ്ണ് തന്നെ മേടിക്കണം. അതെ അതെ അതെ. ഈ ബണ്ണും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുവാണ്, നടുവേ ഒന്ന് മുറിക്കുവാണ്. ഫുള്ള് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ തുറക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ ആക്കണം കേട്ടോ. മൊത്തം കീറി എടുക്കണ്ട. മൊത്തം കീറി എടുക്കരുതേ. ഈ മിക്സ്ചർ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുവാണേ. അങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണ് നല്ലതായിട്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ചേർക്കല്ലോ, കൂട്ടിയോ കുറച്ചോ തേക്കാം കേട്ടോ. അതെ, രണ്ട് സൈഡിൽ നമുക്ക് നന്നായിട്ട് തേക്കാം കേട്ടോ. അപ്പം എന്തേ നമ്പർ 1 റെഡിയായേ. ഈ സൈഡിൽ കൂടെ ജസ്റ്റ് ഇങ്ങനെ എടുത്തൊന്ന് ഇവിടെയും കൂടെ ഒന്ന് ഇങ്ങനെ കാണിക്കണേ. ഇതുണ്ടോ, ഇങ്ങനെ ഫുള്ളൊന്ന് കവർ ചെയ്യാം നമ്മൾ. ബാക്ക് വേണമെന്നില്ല, ഫ്രണ്ട് മാത്രം. കടിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നാണല്ലോ കഴിക്കണേ. ഇങ്ങനെ അതെ ഇതിൻ്റെ ടോപ്പും കൂടെ ജസ്റ്റ് സൈഡും കൂടെ ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്യാവേ. അടിപൊളി. പിള്ളേർ വരുമ്പോൾ നമുക്ക് കൊടുക്കാം. കുട്ടനും ഇഷ്ടപ്പെടും. അതെ, മിറക്ക് എന്തായാലും ഇഷ്ടം. റീവിനും ഇഷ്ടപ്പെടും, അവനും അതിന് ഭയങ്കര ഇഷ്ടമാണ്. വേണ്ടോ, ഞാൻ സൈഡ് ഫുൾ ഇങ്ങനെ കവർ ചെയ്തേ. പരിപാടി കഴിഞ്ഞു. അതെ, നമ്മുടെ മസ്കാബൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയ്യോ, നമ്മുടെ എല്ലാ സംഭവം ഏതായാലും കറക്റ്റ് ആയിരുന്നു. ഇതുണ്ടോ, എല്ലാം തീർന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് എല്ലാ ബ്രെഡോ എന്തെങ്കിലും വേണമെങ്കിൽ. പക്ഷെ ഇതിപ്പോ ശകലോ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മണ്ടേ കൂടെ ഇങ്ങനെ. എന്നാലും ഞാൻ പറയാം, തുള്ളി പോലെ എത്ര വേസ്റ്റ് വന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ റെഡി ആയിട്ടോ. ഇനി ഇത് വേണമെങ്കിൽ ചുമ്മാ ഗാർണിഷ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇനി ഇപ്പൊ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒരു ഫോർക്കില്, അത് ഇച്ചാന്റെ അടിയാട്ടോ, ഞാൻ പറഞ്ഞല്ലോ. ഒരു ഫോർക്കിൽ ഇങ്ങനെ കണ്ടൻസ് മിൽക്കിൽ മുക്കിയിട്ട് ചുമ്മാ അതിന്റെ മേളിൽ കൂടെ ഒഴിച്ച ഒരു പ്രത്യേക രസമായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഇത് ഗാർണിഷ് ചെയ്യാം. ക്രീം വേണമെങ്കിൽ അതിന്റെ മേളിൽ തേക്കാം. അങ്ങനെ പലതരം ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണേലും സംഭവം എന്താ പറയാ ചെയ്യാം കേട്ടോ. ചെയ്ത് ട്രൈ ചെയ്യാം. സൂപ്പർ സാധനം കേട്ടോ. ഞങ്ങൾ ക്രീം ടേസ്റ്റ് ചെയ്തപ്പോ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൂടെ നോക്കട്ടെ. പക്ഷേ നീ ടേസ്റ്റ് ചെയ്യുന്നുണ്ടോ? അതിനെ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആയിക്കോട്ടെ. ലുക്ക് ആണ് എല്ലാരും ഞെട്ടിക്കാണ്. പുതിയ ലുക്ക് അല്ലേ, കൊച്ചു പയ്യനായി പോയല്ലേ ചാ. മുടി വെട്ടുന്ന ഏത് വീഡിയോ എടുത്താലും അതിനാണ് മുടി വെട്ടെന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ആട്ടോ. അപ്പൊ ഞാൻ ഓർത്ത് തന്നാ പിന്നെ ഞാൻ മുടി വെട്ടിയേക്കാം. മുടി വെട്ടിന്റെ കൂടെ ഞാൻ ആ തടി മീശ ഒന്ന് ഒരു എന്താ പറയാ ഒരു പൂ ചോദിച്ചാൽ പൂക്കാലം കൊടുക്കുന്ന കേട്ടോ. മുടി വെട്ടാൻ പറഞ്ഞു, ഞാൻ ഫുൾ ക്ലീൻ ഷേവ് അടിച്ചു. അതാണ് കേട്ടോ ഞാൻ. പിന്നെ വളർത്താനായിരുന്നു ഉദ്ദേശിച്ചതല്ലേ? കുറച്ചൊന്ന് നീട്ടാനും കൂടെ പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏതായാലും ഭയങ്കര പ്രായം കുറഞ്ഞ പോലെ അതെയോ, മീശയൊക്കെ അടിച്ചു. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. 3 ഇൻഗ്രീഡിയന്റ് ഉള്ളൂ. ഭയങ്കര ഈസി ആയിട്ട്. ബണ്ണ് മാത്രം പുറത്തുനിന്ന് മേടിച്ചാൽ മതി. ബണ്ണ് വീട്ടിലുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. പക്ഷെ എന്താ പറയാ, എങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനം, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളൊന്ന് പാനിനകത്തൊന്ന് ബട്ടറൊക്കെ തേച്ച് നമ്മള് ബണ്ണ് ഒന്നും കൂടെ റെഡി ആക്കട്ടോ. വേണമെങ്കിൽ അത് ഓപ്ഷണൽ ആണ്, പക്ഷെ സൂപ്പർ ടേസ്റ്റ് അല്ലേ ചായ. നല്ല ചായ കൂടെ. അതെ, നല്ല ചൂട് ചായയും അടിപൊളി. മധുരമില്ലാത്ത പുറത്താണെങ്കിൽ കൊടുങ്കാറ്റും തേമാരും. നമ്മുടെ വീട്ടിൽ നിന്ന് മസ്ക ബണ്ണ് കഴിച്ചോണ്ടിരിക്കുന്നു. അതിന് കൊള്ളാൻ ശേഷം അടിപൊളി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അല്ലേ, ഞാൻ ആ മസ്ക ബണ്ണ് പിടിച്ചോണ്ട് അതിൽ ഫോട്ടോ എടുക്കാൻ നിമിഷോട് പറഞ്ഞ അന്നേരം അവർക്ക് കറങ്ങി കാണിക്കണം. ഇനി ഫോട്ടോയിൽ നീ കറങ്ങുന്നത് വരത്തില്ല കേട്ടോ. ആണല്ലേ, കൊള്ളാം. അതെ, കൊള്ളാം. മസ്ക ബണ്ണും കൊള്ളാം, നിന്റെ ഡ്രസ്സും കൊള്ളാം കേട്ടോ. ക്രിസ്മസ് ഒക്കെ വരെയല്ല, അതാണ് വൈറ്റ് ആൻഡ് റെഡ് വിത്ത് ബോ പുറകില് അല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഞങ്ങളുടെ അല്ല, ആരുടെയെങ്കിലും ഒക്കെ ഒരു അവരുണ്ടാക്കി വൈറലാക്കിയോണ്ടാണല്ലോ നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയല്ലേ. പാടാന്നോർത്ത് നിങ്ങൾ ആരും ചെയ്യാതിരിക്കരുത്. വളരെ സിമ്പിൾ ആണ്. 3 ഇൻഗ്രീഡിയൻസ് ഉള്ളൂ, 3 മിനിറ്റ് മതി അല്ലേ. പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ തന്നെ. അധികം പൈസ, അധികം എക്സ്പെൻസീവ് ഒന്നും അല്ല. പഞ്ചസാര വേണ്ട, കുറച്ച് കണ്ടൻസ് മിൽക്ക് അല്ലേ, വളരെ കുറച്ച് 2 സ്പൂൺ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് ഞാനൊരു ബണ്ണ് ഫുള്ള് കഴിച്ചു കേട്ടോ. അപ്പൊ ഡയറ്റിലിരിക്കുന്ന ഞാനാ. അപ്പം ആരുടെയായാലും കൺട്രോൾ പോകും. അതുമാതിരി ടേസ്റ്റ് ഉള്ള സാധനമാണ്. നിങ്ങൾ എല്ലാവരും അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം അല്ലേ.
നല്ലൊരു സൂപ്പർ പാട്ടും കൂടെ പാടി നമുക്ക് നമ്മുടെ വീഡിയോ അങ്ങ് വൈൻഡ് ചെയ്യാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. പിള്ളേർ വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ടല്ലേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓഫുള്ള ഒരു ദിവസമാണ്. പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ക്രിസ്മസ് ഒക്കെ വരെയല്ലേ. ക്രിസ്മസിന്റെ അതെ ക്രിസ്മസ് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നിമിഷ ഒരു പാട്ട് കൂടെ പാടാം. உன் பேரை சொல்லும் போதே உன் நெஞ்சில் கொண்டாட்டம் உன்னோடு வாழத்தானே உயிர் வாழும் போராட்டம் நீ பார்க்கும் போது மழையாவே ஓ உன் அன்பில் கண்ணீர் துளியாவே நீ இல்லை என்றே என்னாவே ஓ நெருப்போடு வெந்தி മണ്ണാവേ. നമ്മളോട് പാട്ട് പാടുന്നത് പുറത്ത് പേമാരിയും കാറ്റും ഭയങ്കര കാറ്റ് പിന്നെ വീശുന്നുണ്ടായിരുന്നു. പാടിക്കൊണ്ടിരുന്നപ്പം നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. കുഴപ്പമില്ലാന്നൊക്കെ വിചാരിക്കുന്ന കേട്ടോ. നിങ്ങൾ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക അല്ലേ. ബാക്കി ക്യൂൻസ്ലൻഡിലും നോർത്തേൺ ടെറിട്ടറിയൊക്കെ ഉള്ളവർ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. എന്നാൽ പിന്നെ നമ്മുടെ വീഡിയോ പയ്യങ്ങ് വൈൻഡപ്പ് ചെയ്തേക്കാം. നിമിഷം പിള്ളേർ ഇനി വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇനി കുറച്ച് പുറത്തൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിള്ളേരൊക്കെ വിളിച്ചുകൊണ്ട് വരണം. എന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം കിട്ടിയ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവർക്കും നിമിഷം ബൈ.